അമേരിക്കയിലേക്കുള്ള യാത്രാവിലക്ക് കൂടുതൽ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്കും പലസ്തീനിയൻ അതോറിറ്റി പാസ്പോർട്ട് കൈവശമുള്ളവർക്കും ഇനി യുഎസിലേക്ക് പ്രവേശനമില്ല. അമേരിക്കൻ പൗരന്മാർക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള വിദേശികളെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്നാണ് നിലപാട്. യുഎസിന്റെ സംസ്കാരം, സർക്കാർ സ്ഥാപനങ്ങൾ, ഭരണഘടനാപരമായ മൂല്യങ്ങൾ എന്നിവയെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുള്ളവരെയും തടയുകയാണ്. സിറിയയിൽ 2 US സൈനികരും 1 പൗരനും കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നടപടി. ബഷർ അൽ അസദിന്റെ ഭരണകൂടം വീണതിനു ശേഷം സിറിയയെ അന്താരാഷ്ട്ര തലത്തിൽ പുനരുജ്ജീവിപ്പിക്കാൻ US നീക്കം നടത്തിയിരുന്നു. ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളായ ബർക്കിന ഫാസോ, മാലി, നൈജർ, സിയറ ലിയാണോ, സൗത്ത് സുഡാൻ എന്നിവയും തെക്കുകിഴക്കൻ ഏഷ്യയിലെ ലാവോസും പുതിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഇസ്രയേലിനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി പലസ്തീനിയൻ അനുകൂല നിലപാടെടുത്ത ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തി. പാസ്പോർട്ട് രേഖകളിലെ അപാകതകളും ഉയർന്ന ക്രൈം റേറ്റും ചില രാജ്യങ്ങളെ വിലക്കിയ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കാരണമായി. മധ്യ ഏഷ്യൻ പൗരന്മാർക്ക് വീണ്ടും US വിസ ലഭ്യമാകും. നോൺ ഇമിഗ്രന്റ് വിസകൾക്ക് മാത്രമായിരിക്കും അനുമതി. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.